നമസ്കാരം. രക്ഷിതാക്കളോടാണ്. ആലപ്പുഴ കളർകോടുണ്ടായ അപകടത്തെ മുൻനിർത്തി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് പറയേണ്ടി വരുന്നത് ആ അപകടം ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്ന ഒരു അപകടമായിരുന്നു. ക്ഷണിച്ചു വരുത്തും പോലത്തെ ഒരു അപകടമാണെന്ന് അതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തോന്നിപ്പോയി. കാര്യം വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ്. വരും കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷക മേഖലയിൽ മനുഷ്യരുടെ എല്ലാം ആരോഗ്യത്തിന്റെ കാവൽക്കാരാകേണ്ടവരായിരുന്നു. അവരാണ് ദാരുണമായി ഈ നിലയ്ക്ക് വിട പറഞ്ഞു പോകുന്നത്. 5 കുടുംബങ്ങളുടെ രക്ഷിതാക്കൾക്കാണ് അവരുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു വീഴുന്നത്. എത്ര പ്രതീക്ഷയോടുകൂടിയായിരിക്കും MBBS എന്ന സ്വപ്നം നേടിയെടുത്തപ്പോൾ അവർ ഡോക്ടറാകുന്നതിനെ കുറിച്ചൊക്കെ സ്വപ്നം കണ്ടിരുന്നത്. ഒരു നിമിഷം കൊണ്ട് ഇരുളടഞ്ഞു പോവുകയാണ്. ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. സിനിമയ്ക്ക് പോയതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അവർ അമിത വേഗതയിലായിരുന്നു എന്ന സംശയം ഉണ്ടാകുന്നുണ്ട്. കാര്യം ആലപ്പുഴ മേഖലയിൽ ഇന്നലെ മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ടവേര പഴയ കാറാണ്, 10-14 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. സ്പീഡ് കൂടുതലായിരുന്നത് കൊണ്ടാകണം ബ്രേക്ക് ചെയ്തപ്പോൾ ഈ രീതിയിൽ അത് സ്കിഡ് ചെയ്തിരിക്കുന്നത്. കാര്യം വേഗത കുറവുള്ള വണ്ടി ഇത്രയും സ്കിഡ് ചെയ്ത് മൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ അവർ ആ എൻജോയ്മെന്റ് പുറത്ത് വരും വരായികയെ കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ പോയ പോക്കാണ് ഈ ഒരു ദുരന്തത്തിന് വഴിയൊരുക്കി. അത് നമ്മുടെ രക്ഷിതാക്കൾക്കിടയിൽ ചില കാഴ്ചപ്പാടുകൾ തുറന്നിടണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. കാര്യം നമ്മുടെ മക്കൾക്കെല്ലാം സൗകര്യങ്ങൾ വളരെ കൂടിക്കൂടി വരുമ്പോൾ അവരെ സംബന്ധിക്കുന്നിടത്തോളം ആ സൗകര്യങ്ങൾ അവരുടെ ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക് വളർന്നു വരികയാണ്. അതായത് ഞാൻ ഇന്നലകളിൽ ബുദ്ധിമുട്ടിയതുപോലെ എൻ്റെ മക്കൾ ബുദ്ധിമുട്ടാൻ പാടില്ല. ഈ സമൂഹത്തിൽ അവർ സർവ്വ സൗകര്യങ്ങളുമായിട്ട് വളരണം. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അറിയാൻ പാടില്ല, ഒരു തരത്തിലുള്ള കുറവ് വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാര്യം കാറ് ഈ MBBS പഠിക്കുന്ന കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷെ കോളേജുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ മോൻ കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ട് പോകട്ടെ, എൻ്റെ മോൻ ഇതൊക്കെ ഉണ്ട്, ഈ സൗകര്യങ്ങളൊക്കെ ഉള്ള ആളാണ് എന്നുള്ള നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപകടമാണ്. നഷ്ടം ആർക്കാണ്? ഇന്നത്തെ ദിവസം എല്ലാവരും വേദനിച്ച് ആ വിഷയം കടന്നുപോയി അടുത്ത വിഷയം വരുമ്പോൾ മാധ്യമങ്ങൾ അതിന്റെ പിന്നാലെ പോകും. പക്ഷേ ആ രക്ഷിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം ജീവിച്ചിരിക്കുന്ന കാലം വരെ തീരാവേദനയാണ്. ഓർമ്മകൾ വല്ലാതെ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ഉണ്ടായിരുന്ന സൗകര്യങ്ങളെല്ലാം ബിഗ് സീറോ ആയി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. നമ്മൾ ഒരു തരത്തിൽ ഒരു ചെറിയ ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ അവർ സമൂഹത്തിന്റെ മുന്നിൽ ആഡംബര ജീവിതം നയിച്ചോട്ടെ, അവർക്കൊരു കുറവും വരാൻ പാടില്ല എന്ന് ചിന്തിച്ച നമ്മൾ തെറ്റുകാരല്ലേ? ഈ സന്ദർഭത്തിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, അത് ഇനിയുള്ളവരെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ്. മക്കൾക്ക് എല്ലാ സൗകര്യവും വേണം, പക്ഷേ ബുദ്ധിമുട്ട് അറിയാതെ വളരുന്ന മക്കൾക്കൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുറവുകളില്ലാതെ വളരുന്ന മക്കൾക്കൊരു പ്രശ്നമുണ്ട്. നാളുകളിൽ അവന്റെ ജീവിതം എന്താകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ എല്ലാ കാലത്തും ഇതേ രീതിയിൽ ജീവിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ അവർക്ക് നിങ്ങളോളം സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ജീവിത നിലവാരത്തിൽ നിന്ന് അവർക്ക് താഴെ വരാൻ പറ്റാത്ത അവസ്ഥയാകും. സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അത് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾക്ക് ചില തിരുത്തലുകൾ വരുത്താൻ കഴിയുക. നമ്മുടെ മക്കളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണമെന്നേ. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നിടത്താണ് അനുഭവങ്ങളിലൂടെ അവൻ രൂപപ്പെടുന്നത്. ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഒരു കഴിവുറ്റവനാകില്ല, അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഒരു കഴിവുറ്റവളാകില്ല. ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അത് തരണം ചെയ്യാൻ പഠിച്ച് പഠിച്ച് വരുമ്പോഴാണ് അവർ നല്ലൊരു മനുഷ്യരാകുന്നത്, എല്ലാത്തരം പ്രതിസന്ധികളെ നേരിടാൻ പരുവപ്പെട്ടു വരുന്നത്. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാ കാലത്തും അവരെ ചിറകിനടിയിൽ വെക്കണമെന്ന് ചിന്തിക്കുന്നിടത്തോളം അവർ എത്രത്തോളം സ്വയം പര്യാപ്തരാകാതെ പോകുന്നു എന്ന് നിങ്ങൾ അറിയാതെ പോവുകയാണ്. അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇതൊക്കെയാണ് മേന്മയെന്ന് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അതായത് ആഡംബരം കാണിക്കുക, ഷോ കാണിക്കുക, അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിനോടൊപ്പം തന്നെ നാളുകളിൽ അവരുടെ ജീവിക്കാനുള്ള കഴിവിനെ കൂടിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. എല്ലാം അവരുടെ മുന്നിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് എന്താണ് ഈ സമൂഹത്തിൽ നേടേണ്ടതുള്ളത്? അവരുടെ ആഗ്രഹങ്ങൾക്ക് പുറകെയും അവരുടെ സ്വപ്നങ്ങൾക്ക് പുറകെയും പോകാൻ അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുണ്ട്. A to Z കാര്യം അവന്റെ മുന്നിൽ എത്തിച്ചു കൊടുത്ത് ഒരു ബുദ്ധിമുട്ടും അറിയണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതോടുകൂടി അവന്റെ മുന്നിലെ ലക്ഷ്യം നശിക്കുകയാണ്. പിന്നെ എന്താണ് അവൻ നേരിടേണ്ടത്? അവന് പിന്നെ എൻജോയ്മെന്റിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എല്ലാ സുഖലോലുപതകളുടെയും മുന്നിൽ നിൽക്കുന്നവന് അവന്റെ സ്വപ്നങ്ങളായിട്ട് എന്താണ് പിന്നെ അവശേഷിക്കുന്നത്? എല്ലാം കൺമുന്നിലുണ്ട്. അങ്ങനെയുള്ള മക്കളെയാണോ നമ്മൾ വളർത്തേണ്ടത്? അല്ല. നിങ്ങൾ ആ തലമുറയെ നശിപ്പിക്കുന്ന രീതിയിലാണ് പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഇതിപ്പോ പറയാൻ നിങ്ങൾ ആരാണെന്നൊക്കെ ചിലർക്ക് ചോദിക്കാം. ആരുമല്ല. പക്ഷേ ഈ
സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന കുറേയേറെ രക്ഷിതാക്കൾക്ക് വരും കാലങ്ങളിൽ വലിയ വേദനകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ പറയാൻ വലിയ അനുഭവസ്ഥനാണെന്ന് ചോദിച്ചാൽ അനുഭവസ്ഥനല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് കൊണ്ട് പറയുകയും ആ രീതിയിൽ മക്കളെ വളർത്തണമെന്ന് വിചാരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. കാര്യം നമ്മളുടെ കുറവുകളും നമ്മളുടെ ഇല്ലായ്മയും അറിഞ്ഞു വളരുന്നവർ, അവർക്ക് എല്ലാ കാലത്തും ഇല്ലായ്മ എന്തെന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാകും. എല്ലാം ഉണ്ടായിരുന്നവരുടെ മുന്നിൽ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തു. അവർക്കെല്ലാം യെസ് 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 എന്ന് കേട്ട് വളരുന്നിടത്ത് നോ എന്ന് ഏതെങ്കിലും കാലഘട്ടത്തിൽ അവർ കേട്ടു തുടങ്ങുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അന്ന് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടും. അന്ന് അവൻ വളർന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തലത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് അവന്റെ യെസ്സുകൾ നിങ്ങൾക്ക് വലിയ ബാധ്യതയായി മാറും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ കളർ കോഡ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അതൊരു സൗകര്യ കൂടുതലിന്റെ ഭാഗമായിട്ടുണ്ടായ അപകടമാണെന്ന് പറയുന്നുണ്ട്. പലയിടങ്ങളിലും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണാറുണ്ട്. ക്യാമ്പസുകൾക്കകത്ത് ആഡംബര വാഹനങ്ങൾ കൊണ്ടിട്ട് കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങൾ. എന്തുകൊണ്ടാണ് ആ കോപ്രായങ്ങൾ കാട്ടുന്നതെന്ന് അറിയും? ആ കൈയിരിക്കുന്ന സാധനത്തിന്റെ വാല്യൂ അവൻ അറിയില്ല. കാര്യം അവന്റെ വിയർപ്പോഹരി ഇല്ലാതെ വാങ്ങിയിട്ടേക്കുന്ന വാഹനമാണ്. സ്വാഭാവികമായിട്ട് അതിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പനോ അമ്മയോ സമ്പാദിച്ച പൈസ കൊണ്ട് വീണ്ടും അത് നന്നാക്കും. അവന്റെ പോക്കറ്റിൽ നിന്നാണ് ആ കാശ് പോകുന്ന കാലഘട്ടം വരുമ്പോൾ അവന്റെ വിയർപ്പോഹരിയുള്ള കാശാണ് ചിലപ്പോൾ ചെലവാക്കേണ്ടി വരുന്നതെങ്കിൽ അതിൽ വേദനയുണ്ടാകും. ചെലവാക്കാൻ കുറച്ച് മടിക്കും. പക്ഷെ ഇതെന്താണ്? കാശിന്റെ വില അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ സ്പീഡിലൊക്കെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ത്രില്ലിനനുസരിച്ച് അവർ പോകുന്നു. അവർക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനൊന്നുമില്ല. കാര്യം അനുഭവത്തിലൂടെ അവർക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, കാഴ്ചപ്പാടുകളില്ല. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്നുള്ള ചിന്ത പോലുമില്ല. എനിക്കൊന്നും സംഭവിക്കില്ല. ആ ഒരു മനോഭാവങ്ങൾ കുട്ടികൾക്കിടയിൽ വളരെ വലുതായി കൂടി വരികയാണ്. അത് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്. അത്തരം കാര്യങ്ങൾ ചെറുതിലേ മുതൽ അവരെ പരിശീലിപ്പിക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്തു കൊടുക്കാതെ വളർത്തിയാൽ നാളുകളിൽ നമ്മൾക്ക് അവരൊരു വലിയ വേദനയായി തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആഡംബര ജീവിതങ്ങളല്ല മക്കൾക്ക് വേണ്ടത്. അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള പ്രാപ്തിയും സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള ശേഷിയുമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതുണ്ടാക്കാതെ ബാക്കി എന്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും അതൊന്നും ഒരു കാലത്തും അവന് ഗുണകരമാകില്ല. അതല്ലാതെ ബാക്കി എന്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും അതൊക്കെ അവന്റെ നാശത്തിന് വേണ്ടി മാത്രമേ, അവൻ ഓർ അവൾ ആരോ ആയിക്കോട്ടെ, അവരുടെ നാശത്തിന് മാത്രമേ ഉപകാരപ്പെടൂ എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.